അസ്സലാമലൈക്കും. ഫുറാത്ത് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഷാദിമും ഷാദിനോടൊപ്പം അശ്വിനും. പ്രധാന വാർത്തകൾ വായിക്കുന്നതിനായി അശ്വിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമലൈക്കും. ചാത്തനല്ല എന്നൂർ മദ്രസയിലെ വിദ്യാർത്ഥികളും ഉസ്താദുമാരും കമ്മിറ്റി അംഗങ്ങളും ചേർത്ത് നടത്തുന്ന റഹ്മത്തെ ആലം 2K25 എന്ന ഫെസ്റ്റിന്റെ രാവിലെ 7 മണിയോടെ മദ്രസയിലെ പ്രധാന അധ്യാപകൻ മുഹമ്മദ് അലി താരിണിയും നാട്ടുകാരും ചേർന്ന് രാവിലെ പതാക ഉയർത്തി ഏകദേശം 8:30 ഘോഷയാത്ര ആരംഭിച്ചു. ഏറ്റവും മുമ്പിൽ അനൗൺസ്മെന്റ് വെഹിക്കിളും, അതിന് പുറകിൽ ഫ്ലവർ ഷോ കുട്ടികളും, അതിന് പുറകിൽ സ്കൗട്ട്, അതിന് പുറകിൽ ദഫ് വിദ്യാർത്ഥികളും, പിന്നെ ബാനറിന് പുറകിൽ മദ്രസ വിദ്യാർത്ഥികളും, അതിന് പുറകിൽ മൗലിദിന് ശേഷം അന്നദാനവും നടന്നു. ഫെസ്റ്റിനെ കുറിച്ച് ബാക്കിയുള്ളതിനെ കുറിച്ച് ഷഫീഖ് ഉസ്താദ് പറയും. ഹലോ ഷഫീഖ് ഉസ്താദ്, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഫെസ്റ്റിനെ കുറിച്ച് ഫസ്റ്റ് വളരെയധികം ആവേശത്തോടുകൂടെയും ഉന്മേഷത്തോടുകൂടെയും നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. റഹ്മത്തെ ആലം എന്ന ടൈറ്റിലിൽ ദിജിര, ഫുറാത്ത്, മീല് എന്നിങ്ങനെയുള്ള 3 ഗ്രൂപ്പുകളായിട്ടാണ് വിദ്യാർത്ഥികൾ റബി ഫസ്റ്റിനെ ആവേശമാക്കുന്നത്. ഫസ്റ്റിലെ ഓരോ വിദ്യാർത്ഥികളും അവർ ഏറ്റെടുത്ത മത്സരങ്ങൾ വളരെയധികം അവരുടെ കഴിവുകൾ തെളിയിക്കുന്ന, വ്യക്തിമുദ്ര അറിയിക്കുന്ന രീതിയിലുള്ള അവതരണങ്ങളായിരുന്നു സ്റ്റേജിൽ ഇപ്പോൾ കഴിഞ്ഞതുവരെ നടന്നിട്ടുള്ളത്. ഓരോ കുട്ടികളും അവരുടെ പ്രോഗ്രാമിന് വേണ്ടി വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട് എന്ന് അവരുടെ അവതരണങ്ങൾ കാണുമ്പോൾ സമസ്തയോടും നൂറിന്റെ തെരുവിൽ എന്ന വിഷയവുമായി സംസാരിക്കാൻ റബീനെ കോളിംഗിൽ ചേർക്കുന്നു. ഹലോ റബീ, കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ സാധിക്കും. ആദ്യമായി ഇസ്ലാം കടന്നു വന്ന പ്രദേശമാണ് കേരളം. ശേഷം 800 വർഷത്തോളം പ്രയാസങ്ങളില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ, ഐക്യത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും മുസ്ലിം സമൂഹം കേരളത്തിൽ ജീവിച്ചു. പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമ 1498 കാപ്പാട് കപ്പലിറങ്ങി. പോർച്ചുഗീസുകാർ മുസ്ലിം ഭവനങ്ങളും മസ്ജിദുകളും അഗ്നിക്കിരയാക്കുകയും അക്രമങ്ങൾ അയച്ചുവിടുകയും ചെയ്തു. ഇങ്ങനെ വന്നപ്പോൾ സ്വാധികരായ പണ്ഡിതന്മാർ 1926 മുഹമ്മദ് അലി താരിമിക്ക് എന്താണ് പറയാനുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആദർശ പ്രസ്ഥാനം നമുക്ക് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത വിധം ഇന്ന് ലോക ചരിത്രത്തിൽ തന്നെ അറിയപ്പെട്ട ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആദർശ പ്രസ്ഥാനത്തിൻ്റെ 100ാം വാർഷികം ഇൻഷാ അല്ലാഹ് 2026 ഫെബ്രുവരി 8 ദിവസങ്ങളിൽ കാസർഗോഡ് കുഞ്ഞിയിൽ വെച്ചുകൊണ്ട് നടത്താൻ പോകുന്നത്. അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലൊക്കെ വളരെയധികം ആവേശത്തോടും ഉന്മേഷത്തോടും കൂടി നാടിൻ്റെ പല ദിക്കുകളിലും പ്രവർത്തനങ്ങളും പ്രബോധന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സിംപോസിയങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രദേശങ്ങളിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഇൻഷാ അല്ലാഹ് ഡിസംബർ മാസത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ നേതൃത്വത്തിൽ കന്യാകുമാരി മുതൽ കർണാടക വരെ ഉൾക്കൊള്ളുന്ന 3 സംസ്ഥാനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അതിൻ്റെ പ്രചാരണ ഒരു പ്രവർത്തനം എന്നതിൻ്റെ ഒരു ജാഥ നടക്കുന്നുണ്ട്. മാത്രമല്ല തീരുമാനിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ആത്മാർത്ഥമായി കൊണ്ട് തന്നെ അതിൽ രംഗത്തിറങ്ങുകയും ചെയ്യണമെന്ന് എല്ലാവരോടും മുൻപെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വിദേശ വാർത്തകൾ വായിക്കുന്നത് ഷാമിൽ. ബാങ്കോക്ക് മ്യാൻമറിലെ വിജയത്തിൽ മരണം 1600. 3400 പേർക്ക് പരിക്കേറ്റു. 30 പേരെ കാണാതായതും എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തായ്ലൻഡിലെ 6 പേരുടെ മൃതദേഹം ലഭിച്ചു. 26 പേർക്ക് പരിക്കേറ്റ് 47 പേരെ കാണാതായിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തു. ബാങ്കോക്കിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്ന് 10 മരണം. കെട്ടിടങ്ങൾ കുടുങ്ങിക്കിടക്കുന്നവരെ തിരിച്ചറിഞ്ഞ് തുടർന്ന് കാണാതായവരിൽ ഭൂരിഭാഗവും നിർമ്മാണത്തിലേക്ക് തകർന്ന കെട്ടിട ശിഷ്ട നിലയിൽ കുടുങ്ങിയവരാണ്. മരണസംഖ്യ ഉയരുമെന്നാണ് അധികൃതർ പറയുന്നത്. ക്യാമറാമാൻ സർഫാസിനോടൊപ്പം ഷാമിൽ. അടുത്തത് കായിക ന്യൂസിലേക്ക് റബീനെ ക്ഷണിച്ചു.
അർജന്റീനയുടെ ഏകനായകനായ ലയണൽ മെസ്സി കേരളത്തിൽ വരുന്നു. ലയണൽ മെസ്സി കേരളത്തിൽ വരുന്നതിനെ കുറിച്ച് നിസാം ഹുസൈൻ എന്താണ് പറയാനുള്ളത്?